തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈ ഓണം ശരിക്കും പൊന്നോണമാകും തൂബാജ് ജ്വല്ലറിക്കൊപ്പം. തൂബാജ് ജ്വല്ലറിയിൽ ഓണം സ്വർണ്ണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1200 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റിയ അന്തരിച്ച മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന കെ കുട്ടി അഹമ്മദ് കുട്ടിയെ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി അനുസ്മരിക്കുന്നു. ഓഗസ്റ്റ് 28 ബുധനാഴ്ച 3 മണിക്ക് ചമ്മാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നന്മ വഴിയിലെ സൗമ്യ സ്വരൂപം ഒരു ഓർമ്മ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 18 വർഷക്കാലം നിയമസഭാ സാമാജികനായിരുന്ന കെ കുട്ടി അഹമ്മദ് കുട്ടി 15 വർഷവും പ്രതിനിധീകരിച്ചത് തിരൂരങ്ങാടിയെ ആയിരുന്നു. 2004 തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആയതും തിരൂരങ്ങാടിയിൽ നിന്നുള്ള MLA ആയിരിക്കുമ്പോഴാണ്. ഈ പ്രദേശവുമായി അദ്ദേഹത്തിനുണ്ടായിരുന്നത് അഭേദ്യമായ ബന്ധമായിരുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏവരുടെയും മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുവെന്നും അവർ പറഞ്ഞു. നിയോജക മണ്ഡലത്തിലെ MLAയും അതിനു മുമ്പ് താനൂർ മണ്ഡലത്തിലെ MLAയും ഒക്കെ ആയിക്കൊണ്ട് 18 വർഷക്കാലം MLA പദവി അലങ്കരിക്കുകയും അതിൽ 3 വർഷക്കാലം മന്ത്രിയാവുകയും ചെയ്ത മുസ്ലിം ലീഗിൻ്റെ അനിഷേധ്യനായ നേതാവായിരുന്നു ബഹുമാന്യനായ കുട്ടി അഹമ്മദ് സാഹിബ്. അദ്ദേഹം നമ്മളോട് ഇവിടെ പറഞ്ഞു, അദ്ദേഹത്തെ ഈ നിയോജകമണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകന്മാർക്ക് ഒരിക്കലും, പാർട്ടി പ്രവർത്തകന്മാർക്ക് മാത്രമല്ല ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഏതൊരാൾക്കും കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാം. സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യതിരിക്തമായ പല അനുഭവങ്ങളും ഉണ്ടായിരുന്നൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. സാധാരണ രാഷ്ട്രീയക്കാർ എന്ന് പറയുമ്പോൾ അവർ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളുമായിട്ടാണ് വലിയ ബന്ധങ്ങളും ചങ്ങാത്തവും കൂട്ടുകെട്ടൊക്കെ ഉണ്ടാകുക. എന്നാൽ അദ്ദേഹം സ്വന്തം പാർട്ടി പ്രവർത്തകരോടുള്ളതോടൊപ്പം തന്നെ നേരെ എതിർപക്ഷത്ത് നിൽക്കുന്ന പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പോലും വളരെ സൗഹൃദമായ ബന്ധം പുലർത്തുകയും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ച് പഠിച്ചറിഞ്ഞുകൊണ്ട് പുതുതായ കാര്യങ്ങളും സംരംഭങ്ങളൊക്കെ തൻ്റെ മണ്ഡലങ്ങളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി വളരെ താല്പര്യമെടുത്തൊരു വ്യക്തിത്വമായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തിരൂരങ്ങാടി മണ്ഡലത്തിൽ പ്രത്യേകമായി കൊണ്ടുവന്ന പുര പദ്ധതി, അരിയാരി പദ്ധതിയൊക്കെ ഇറക്കുന്നതിന് വേണ്ടിയാണ് ഈ 28-ാം തീയതി നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്, ഞങ്ങൾ ഈ പരിപാടി ആലോചിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിൽ വന്നത് അറിയപ്പെടുന്ന ഒരു നേതാവ് തന്നെ ആകണമെന്ന് ആഗ്രഹിക്കുകയും ആ ഞങ്ങളുടെ ആഗ്രഹമനുസരിച്ച് തന്നെ കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഞങ്ങൾക്ക് അതിൻ്റെ ഉദ്ഘാടനത്തിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് 3 മണിക്ക്. അതോടൊപ്പം ആ വേദിയിൽ മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ എല്ലാ നേതാക്കന്മാരും സംബന്ധിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഒരു അനുസ്മരണ പരിപാടിയോടുകൂടി കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിനെ കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും അവസാനിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. കാരണം ഞങ്ങളുടെ ചിന്തയിൽ എപ്പോഴും എന്നും അദ്ദേഹം ഉണ്ടാവും. അദ്ദേഹത്തെ എന്നും ഓർക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചിന്തയും ഞങ്ങൾ ആലോചിച്ചു വരികയാണ്. അത് കൂടുതൽ തലത്തിൽ ആലോചനകൾ നടത്തി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും. ഇതാണ് ഈ സമയത്ത് പറയാനുള്ളത്. പിന്നെ VD സതീശൻ പ്രതിപക്ഷ നേതാവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ട്. പിന്നെ MP മാരായിട്ടുള്ള ET മുഹമ്മദ് ബഷീർ സാഹിബ്, ഡോക്ടർ MP അബ്ദുസമദ് സമദാനി സാഹിബ്, KPM മജീദ് സാഹിബ്, പിന്നെ അബ്ദുൽ ഹമീദ് MLA, പിന്നെ PK അബ്ദുൾ റബ്ബ് സാഹിബ്, DCC പ്രസിഡന്റ് ജോയ്, അതോടൊപ്പം തന്നെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി N മോഹൻദാസ്, ഇങ്ങനെയുള്ള നേതൃനിര എന്തായിരുന്നാലും ആ പരിപാടിയിൽ സംബന്ധിക്കും. 18 വർഷക്കാലം അദ്ദേഹം കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് MLA ആയിരുന്നു. അതിൽ എടുത്ത് പറയേണ്ടത് 15 വർഷക്കാലം ഈ അവിഭക്ത തിരൂരങ്ങാടിയിലായിരുന്നു. അപ്പോൾ ഈ തിരൂരങ്ങാടിയിൽ അദ്ദേഹവുമായിട്ട് ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധം ഉണ്ട് എന്നുള്ളതാണ്. ഏതൊരു പ്രദേശങ്ങളിലും അദ്ദേഹത്തിന് പേരെടുത്ത് വിളിച്ചാൽ തന്നെ അറിയാവുന്ന ഒരുപാട് പ്രവർത്തകന്മാരും ആളുകളും ഈ മേഖലയിൽ
ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ആ കാലയളവിൽ, ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുര എന്ന് പറയുന്ന പദ്ധതി, അർബൻ ലെവലിൽ ഉള്ള ആ സൗകര്യങ്ങൾ ഗ്രാമീണ മേഖലയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ആ ഒരു പദ്ധതി. അത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് തിരൂരങ്ങാടിയിലാണ്. അതൊരു വലിയ വിപ്ലവം തന്നെയായിരുന്നു, ശ്രദ്ധേയമായ സംഗതിയായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ 30 വർഷക്കാലമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന പരപ്പനങ്ങാടിയിലെ പാലത്തിങ്ങലെ കീരനെല്ലൂർ ന്യൂകെട്ട് ജലസേചന പദ്ധതി അത് യാഥാർത്ഥ്യമാക്കിയത് കുട്ടി അഹമ്മദ് കുട്ടി സാഹിബാണ്. അതോടൊപ്പം തന്നെ ഈ മമ്പുറം പാലം, അതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചത് പ്രിയപ്പെട്ട കുട്ടി അഹമ്മദ് കുട്ടി സാഹിബാണ്. അപ്പോൾ ബൈപ്പാസ് അടക്കം തിരുരങ്ങാടി ബൈപ്പാസ്, അങ്ങനെ ഒട്ടനവധി ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് ആ കാലയളവിൽ നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. തിരൂരങ്ങാടിയിലെ മുഖച്ഛായ തന്നെ മാറ്റിയ വികസന നായകൻ ആയിരുന്നു അഹമ്മദ് കുട്ടി സാഹിബ്. അദ്ദേഹത്തോടുള്ള ആ കടപ്പാട്, അദ്ദേഹത്തോടുള്ള സ്നേഹം, അദ്ദേഹത്തോടുള്ള ആത്മബന്ധം പ്രകടിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ 28-ാം തീയതി നടക്കാൻ പോകുന്നത്. ആളാണ് അദ്ദേഹം. പിന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർക്കില്ലാത്തൊരു കാര്യമാണ് പാരിസ്ഥിതിക പ്രവർത്തന രംഗങ്ങൾ. പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെ നേതൃപരമായ പങ്ക് സംസ്ഥാനത്ത് മുസ്ലിം ലീഗ് ഉത്തരവാദിത്തപ്പെടുത്തിയത് അദ്ദേഹത്താണ്. അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിച്ചു. പരിസ്ഥിതി സംരക്ഷണ സമിതി പാർട്ടിക്ക് സ്ഥിരമായൊരു ബോഡിയാണത്. എല്ലാ വർഷവും അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും നടത്തി പോകാറുണ്ട്. അപ്പോൾ ഈ പരിസ്ഥിതി പ്രവർത്തനം, അതോടൊപ്പം തന്നെ കേരളത്തിൽ VP സിംഗ് വന്നൊരു സമയത്തൊക്കെ അദ്ദേഹത്തെ പോയി കാണാനും പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്തൊരുക്കിക്കൊണ്ട് ഒരു മുന്നേറ്റം നടത്താൻ, ഇന്ത്യയിൽ എല്ലായിടത്തും വരുന്ന ആ സംവിധാനം കേരളത്തിൽ കൂടി കൊണ്ടുവരാൻ വലിയ പരിശ്രമം നടത്തിയ ഒരാളായിരുന്നു. എന്ന് വെച്ചാൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങളെയും മൈനോറിറ്റിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്കാളിത്തം വഹിച്ച മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഡ്രീം നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അതിൻ്റെ ഏറെക്കുറെ ഗുണങ്ങളുണ്ടായിരുന്നു. കേരളത്തിൽ അതിൻ്റെ പിന്നോക്ക സമിതിയുടെ നേതൃത്വപരമായ പങ്കും കുട്ടി അഹമ്മദ് സാഹിബ് വഹിച്ചിരുന്നു എന്നതും കൂടി നമ്മൾ ഈ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ശത്രുത എന്ന് പറയുന്നത് മറ്റൊരു വിഭാഗത്തിന് അദ്ദേഹത്തോട് ഉണ്ടായിരുന്നില്ല. 1996 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് തിരൂരങ്ങാടിയെ പരിചയമില്ലാത്തപ്പോഴുണ്ടായ ഒരു മാറ്റവും തിരൂരങ്ങാടിയെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് 2001 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഭൂരിപക്ഷ വർധനവും തെളിയിച്ചതും 2001 ശേഷം 6 അദ്ദേഹം നിൽക്കുമ്പോൾ അന്ന് നിന്ന സ്ഥാനാർത്ഥി പോലും പിന്നീട് നിൽക്കാതെ നിന്നതും കുട്ടി അഹമ്മദ് സാഹിബിൻ്റെ വ്യക്തിത്വത്തിന് അവരടക്കം കൽപ്പിച്ച ഏറ്റവും വലിയ വിലയായിരുന്നു അത് എന്ന്. പരിപാടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, MP-മാരായ ഡോക്ടർ MP അബ്ദുസമദ് സമദാനി, ET മുഹമ്മദ് ബഷീർ, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, KP മജീദ് MLA, P അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA, മുൻ മന്ത്രി PK അബ്ദുറബ്ബ്, മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ്, CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് തുടങ്ങിയവർ സംബന്ധിക്കുമെന്നും K കുഞ്ഞിമരക്കാർ, VT സുബൈർ തങ്ങൾ, AK മുസ്തഫ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.